നിങ്ങൾ എവിടെയെങ്കിലും തെരുവുനായ ശല്യം രൂക്ഷമാണെന്ന് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ പരമാവധി അന്നത്തെ ദിവസം അല്ലെങ്കിൽ അടുത്ത ദിവസം അതിൻ്റെ അടുത്ത ദിവസവും അത് നിങ്ങൾ ക്ഷണിക്കും. അപ്പോൾ ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു കോർപ്പറേഷനിൽ ഭരണം സ്തംഭനമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ പിന്നെ ഇന്ന് അവധി ദിവസമില്ലേ? ഇതൊക്കെ കോർപ്പറേഷനിലെ ജീവനക്കാരുണ്ട്. ഇതിൽ പലരും പുറത്ത് എൻ്റെ മേയറുടെ സെക്ഷൻ പ്രവർത്തിക്കുന്നു. ഞാൻ ഈ ഇഷ്യൂസിനെ കോമഡിവൽക്കരിക്കുകയാണ്. അതിന് മറുപടി പറയണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. 5 വർഷത്തേക്ക് ഏറ്റവും സേഫായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ അതിനുശേഷവും 2047 വരെ കേസൊക്കെ മേയറാവുന്നതിന് മുമ്പ് വന്നിട്ടുണ്ട്. മേയർ സ്ഥാനം കഴിഞ്ഞാലും വരും. കേസൊക്കെ കോടതിയിൽ നേരത്തെ നിശ്ചയിച്ച അജണ്ട ഇന്നലെ പോയല്ലോ. അജണ്ട കൊടുത്തല്ലോ. ശബരിനാഥൻ സമരം ചെയ്ത് 6 മാസം അല്ല ഇവിടെ തുടങ്ങിയിട്ട് കോർപ്പറേഷൻ സമരം ചെയ്യാൻ. ഞാൻ സമരം ചെയ്തതുപോലെ ഇവിടെ ആര് ഇപ്പോൾ ഉള്ളവർ സമരം ചെയ്തിട്ടുള്ളത്? അല്ല, കേസൊക്കെ മേയറാവുന്നതിന് മുമ്പ് വന്നിട്ടുണ്ട്. മേയർ സ്ഥാനം കഴിഞ്ഞാലും വരും. കേസൊക്കെ കോടതിയില്ലേ നിയമപരമായി. ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. കാര്യങ്ങൾ എഞ്ചിനീയർ വിഭാഗത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. നടപടികൾ വളരെ പഴക്കമുള്ള ഒരുപാട് ബിൽഡിങ്ങുകളുണ്ട് തിരുവനന്തപുരം പട്ടണത്തിൽ. എല്ലാ പട്ടണങ്ങളിലും ഉണ്ട്. ഇപ്പം കോഴിക്കോട് പട്ടണം എടുത്തു കഴിഞ്ഞാൽ ഇതിനേക്കാളും ഉണ്ട്. തിരുവനന്തപുരത്ത് ഇങ്ങനെയുള്ളതുണ്ട്. അപ്പോൾ അത് ശ്രദ്ധയിൽ വരുന്നതൊക്കെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. നോക്കാം എന്താണ് കൂടുതൽ പരിശോധന ആവശ്യമെങ്കിൽ നടത്താം. നേരത്തെ നിശ്ചയിച്ച അജണ്ട ഇന്നലെ പോയല്ലോ. അജണ്ട കൊടുത്തല്ലോ എല്ലാവർക്കും. ഇന്നലത്തെ അജണ്ട കൊടുത്തില്ല. കൗൺസിൽ യോഗം അത് വളരെ മുമ്പ് പറഞ്ഞാണ്. അജണ്ട കൊടുത്തല്ലോ. ഭരണസ്തംഭനമാണ് നിലവിലുള്ളതാണ് UDF പറയുന്നത്. പ്രത്യേകിച്ച് ശബരിനാഥൻ അല്പസമയം മുമ്പ് മാധ്യമങ്ങൾ കണ്ടപ്പോൾ 27 വരുന്ന തിങ്കളാഴ്ച ഒരു സമര പരിപാടികൾക്ക് കോർപ്പറേഷൻ തന്നെ സമര പരിപാടികൾക്കൊക്കെ അവർ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനുള്ള ഒരു നീക്കം കൂടി വരട്ടെ. സമരം ചെയ്യട്ടെ. സമരം ചെയ്യേണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങളിൽ ഏറ്റവും കൂടുതൽ സമരം ചെയ്തിട്ടുള്ളൂ. ശബരിനാഥൻ സമരം ചെയ്ത് 6 മാസം അല്ല ഇവിടെ തുടങ്ങിയിട്ട് കോർപ്പറേഷൻ സമരം ചെയ്യാൻ. ഞാൻ സമരം ചെയ്തതുപോലെ ഇവിടെ ആര് ഇപ്പോൾ ഉള്ളവർ സമരം ചെയ്തിട്ടുള്ളത് ഈ കോർപ്പറേഷനിൽ? സമരമൊക്കെ ജനാധിപത്യപരമായുള്ള എല്ലാ സമരങ്ങളെയും ഞങ്ങൾ ബഹുമാനിക്കുകയാണ്. പിന്നെ മുനിസിപ്പൽ ആക്ടിലും ജനപ്രാതിനിധ്യ നിയമത്തിലൊക്കെ ഉള്ള എല്ലാ കാര്യങ്ങളും, അത് അവിശ്വാസമാവട്ടെ ഏത് കാര്യങ്ങളും ഓപ്റ്റ് ചെയ്യാനുള്ള അവകാശം എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുണ്ട്. അതിനെയും ബഹുമാനിക്കും. ഈ വിഴിഞ്ഞത്തെ കേസ് പറഞ്ഞിരുന്നല്ലോ, ആ ഫ്ലാറ്റ് സംശയം പൂർണ്ണമായും കഴിഞ്ഞ കോർപ്പറേഷൻ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ചതാണോ? അതിന് ചെലവ് എത്ര രൂപയായിരുന്നു? അതൊക്കെ തന്നെ 91 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് എടുത്തതായിട്ടാണ് ആദ്യഘട്ടത്തിൽ ലഭിക്കുന്ന വിവരങ്ങൾ. ആ രേഖകളൊക്കെ തന്നെ പരിശോധിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള റിപ്പോർട്ട് കിട്ടിയിട്ട് ഞാൻ അതിൻ്റെ ഫിഗറിലൊക്കെ കൃത്യമായിട്ട് പറയാം. എന്തായാലും ഈ എഞ്ചിനീയറിംഗ് കോളേജിൽ ഏൽപ്പിക്കുമ്പോഴേക്കും ഈ ഘടകങ്ങളൊക്കെ തന്നെ അതിൻ്റെ ഫയൽ ഓപ്പൺ ചെയ്യാനുള്ള ഏൽപ്പിക്കുന്നത് അതുണ്ടാകും. പക്ഷേ അത്ര തുക ചിലവാക്കിയതായിട്ടുള്ള വിവരങ്ങൾ കാണുന്നില്ല. അത് എടുത്ത് 91 കോടി രൂപ എസ്റ്റിമേറ്റ് എടുത്തായിട്ട് കാണുന്നത്. കൂടുതൽ രേഖകൾ അടുത്ത ഘട്ടത്തിൽ സപ്ലൈ ചെയ്യും. മറ്റൊരു കഴിഞ്ഞ കൗൺസിൽ യോഗത്തിൽ ഒരു തീരുമാനം ഉണ്ടായിരുന്നു. നമ്മുടെ കമലേശ്വരത്തുള്ള ഒരു ഹോളുണ്ടല്ലോ, അതിൻ്റെമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം നടത്താൻ വേണ്ടി സെക്രട്ടറി ഏൽപ്പിച്ചിരുന്നു. അതിൻ്റെ റിപ്പോർട്ട് ആയിട്ടുണ്ടോ? അത് ഈ കൗൺസിൽ യോഗത്തിൽ പരിഗണിക്കുന്നു. സെക്രട്ടറി അന്വേഷണം നടത്തിയിട്ടുണ്ട്. ഈ കൗൺസിൽ യോഗത്തിൽ സെക്രട്ടറി റിപ്പോർട്ട് ചെയ്യും. 29-ാം തീയതി അവിശ്വാസം കൊണ്ടുവരികയാണെങ്കിലേ നിലവിലിപ്പോൾ സുഗതൻ ജയിലിലാണ്. ആ സാഹചര്യം പരിഗണിക്കുമ്പോഴത്തേക്കും നിങ്ങൾ സേഫായ ഒരു അക്ഷരയിലാണോ? 5 വർഷത്തേക്ക് ഏറ്റവും സേഫായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ അതിനുശേഷവും 2047 വരെ 2047 ആണല്ലോ ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിയുടെ മുന്നിലുള്ള ലക്ഷ്യം, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുന്നിലുള്ള ലക്ഷ്യം. അതുവരെ ഏറ്റവും സേഫായിട്ട് പോകാനുള്ള എല്ലാ സാധ്യതയും തെളിഞ്ഞു കഴിഞ്ഞു. 2047 ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി ആയി മാറുമ്പോൾ അതിന് ഒരു കോർപ്പറേഷൻ എന്നുള്ള നിലയ്ക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് തിരുവനന്തപുരം. അതിലേക്ക് എത്തിക്കുവാനുള്ള പരിശ്രമം ഞങ്ങൾ ആരംഭിച്ചു. ശക്തമായിട്ട് മുന്നോട്ട് പോകും. ഈ മാലിന്യ സംസ്കരണത്തിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇൻഡോർ മോഡൽ പറഞ്ഞു, പക്ഷേ ഇപ്പോഴും പല സ്ഥലത്തും പ്രോപ്പറായിട്ട് മഴക്കാലപൂർവ്വ ശുചീകരണം ഉൾപ്പെടെ നടക്കുന്നില്ല. അതിനുള്ള ചർച്ചകൾ നടക്കുന്ന ഒരു നോൺ ബൈൻഡിങ് MOU BPCLുമായിട്ട് സൈൻ ചെയ്യാനുള്ള എല്ലാ നടപടികളും പൂർത്തിയാക്കിയിട്ടുണ്ട്. അതായത് പല സംസ്ഥാനങ്ങളിലും പ്ലാന്റ് ചെയ്ത BPCLാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവർ വിജയകരമാണ്. BPCLിൻ്റെ നാഷണൽ ലെവൽ ലീഡ് ചെയ്യുന്ന ഉദ്യോഗസ്ഥർ തന്നെ കോർപ്പറേഷനിലെത്തി ഒന്നിൽ കൂടുതൽ തവണ ചർച്ച നടത്തിയിട്ടുണ്ട്.
നോൺ ബൈൻഡിങ് MOU ഡ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടുത്ത പ്രോസസ്സിലേക്ക് പോവുകയാണ്. അപ്പോൾ കഴിഞ്ഞ 4-5 മാസം ഇക്കാര്യങ്ങളിലൂടെ തയ്യാറെടുപ്പുകളായിരുന്നു. നമുക്കിപ്പോൾ ഉള്ള സ്ഥലം എവിടെയാണ്? വിളപ്പിൽശാല അശാസ്ത്രീയമായി കൈകാര്യം ചെയ്തുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്ക് ഈ പദ്ധതിയുമായി പോകാൻ വേണ്ടി പരിമിതിയുണ്ട്. അന്ന് നന്നായിട്ട് കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. അവിടുത്തെ ജനങ്ങൾ നല്ല സഹകരിച്ചവരാണ്. അപ്പോൾ അങ്ങനെയുള്ള ചില മുന്നൊരുക്കങ്ങൾ നടത്തുകയായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച ഞാൻ ഡൽഹിയിലായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ ചർച്ചയുമായി ബന്ധപ്പെട്ടായിരുന്നു. ബഹുമാനപ്പെട്ട രാജീവ് ചന്ദ്രശേഖർജി BJPയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ഉൾപ്പെടെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഡൽഹിയിൽ ചില കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് BPSCL തിരുവനന്തപുരം കോർപ്പറേഷനിൽ എത്തുകയും ചർച്ച നടത്തുകയും ചെയ്തു. തിരുവനന്തപുരം കോർപ്പറേഷൻ സെക്രട്ടറി അതിൻ്റെ ഫോളോ അപ്പ് വർക്കിലാണ്. അതിൻ്റെ സമയമെടുക്കും. ആ സമയത്തിനുള്ളിൽ ഞങ്ങൾ പറഞ്ഞതിനുള്ളിൽ പരിഹരിക്കും. അപ്പോൾ തെരുവ് നായ്ക്കളുടെ കാര്യം 1 വർഷത്തിനകം പരിഹരിക്കുമെന്നാണല്ലോ ഞങ്ങൾ പറഞ്ഞിരുന്നത്. ഇന്നലെയാണ് 6 മാസം കഴിഞ്ഞത്. നിങ്ങൾ എവിടെയെങ്കിലും തെരുവ് നായ ശല്യം രൂക്ഷമാണെന്ന് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ പരമാവധി അന്നത്തെ ദിവസം അല്ലെങ്കിൽ അടുത്ത ദിവസം അതിൻ്റെ അടുത്ത ദിവസവും അതിനെ ഞങ്ങൾ ഷെൽട്ടർ ചെയ്യും. പിടിക്കുന്ന ഒരു തെരുവ് നായയും ABC കഴിഞ്ഞ് പുറത്തു വിടുന്നില്ല. ഇത് എല്ലാവരോടും മാധ്യമങ്ങളോട് പറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. മെഡിക്കൽ കോളേജിൽ പോയിട്ട് അന്ന് 22 എണ്ണത്തിന് പിടിച്ചു. ഓരോ ദിവസവും പിടിക്കുന്ന തെരുനായ്ക്കളുടെ റിപ്പോർട്ടുണ്ട്. എല്ലാ തെരുനായ്ക്കളും ഹെൽത്തിയാണ്. അപ്പം ഞങ്ങൾ 1 വർഷത്തിനകം പരിഹരിക്കുമെന്ന് പറഞ്ഞു. 6 മാസം കൊണ്ട് തന്നെ പരിഹരിച്ച് തുടങ്ങി. ഈ തെരുനായ്ക്കളുടെ ബുദ്ധിമുട്ട് ഇപ്പം ആശുപത്രികൾ, കോളേജുകൾ, ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ, മ്യൂസിയം ഇങ്ങനെയുള്ള സ്ഥലത്താണ് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 1-2 വാർഡുകളിൽ നിന്നും അവിടെ പേ വിഷബാധയേറ്റ 2 തെരുനായ്ക്കളുണ്ടെന്ന് പറഞ്ഞു. അപ്പം തന്നെ പോയിട്ട് പിടിക്കുക. ഇപ്പം നഗരത്തിലെ ജനങ്ങൾ അക്കാര്യത്തിൽ ഒരു ആശ്വാസത്തിലേക്ക് വരികയാണ്. പൂർണ്ണമായിട്ടും പരിഹരിച്ചു ഞാൻ പറയുന്നില്ല, ഒരു ആശ്വാസത്തിൽ വരിക. ഞാൻ നിങ്ങൾ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ സന്തോഷത്തോടെ പറയില്ലേ, നിങ്ങളുടെ അറിവിലും ഞങ്ങളെക്കാൾ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുമല്ലോ. ഇന്ന സ്ഥലങ്ങളിൽ അക്രമകാരികളായ തെരുവുനായ്ക്കളുണ്ട് എന്ന് പറഞ്ഞാൽ ആ നിമിഷം തന്നെ സ്ക്വാഡിനെ അയക്കാൻ വേണ്ടി തിരുവനന്തപുരം കോർപ്പറേഷൻ പ്രിപ്പയർഡാണ്. ഞങ്ങൾ 6 മാസം കൊണ്ട് അവിടെ എത്തിയില്ലേ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ തന്നെ പങ്കെടുപ്പിച്ചുകൊണ്ട് കുടിവെള്ള പ്രശ്നവും വെള്ളക്കെട്ടും പരിഹരിക്കുവാനുള്ള ഒരു കോൺക്ലേവ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഏറെക്കുറെ ആലോചിച്ചു പദ്ധതി പൂർത്തിയാക്കുന്നതിലേക്ക് പോവുകയാണ്. അതിൽ ബഹുമാനപ്പെട്ട ശ്രീ ബിജു പ്രഭാകർ, തിരുവനന്തപുരം ജില്ലയുടെ മുൻ കളക്ടർ, അദ്ദേഹം അതിലൊരു പേപ്പർ പ്രസൻറ്റ് ചെയ്യാൻ സമ്മതിച്ചിട്ടുണ്ട്. വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിച്ചു വരികയാണ്. കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അവരുടെ മുന്നിൽ നല്ല മാർഗ്ഗങ്ങളുണ്ട്. അതവർ ഈ കോൺക്ലേവിന് മുമ്പാകെ പ്രസൻറ്റ് ചെയ്യാൻ സമ്മതിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ തയ്യാറെടുപ്പുകൾ നടക്കണം. അപ്പോൾ കുടിവെള്ള പ്രശ്നവും വെള്ളക്കെട്ടും ഞങ്ങൾ പറഞ്ഞതനുസരിച്ച് സമയബദ്ധമായി പരിഹരിക്കുവാനുള്ള കാര്യങ്ങൾ തുടങ്ങുന്നു. അതിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഒക്കെ തന്നെ പൂർണ്ണ സഹകരണവും ഇടപെടലും ആവശ്യമാണ്. കാരണം എന്താണ്, പല ഡിപ്പാർട്ട്മെൻറ്റിൽ ചേർന്നതല്ലേ, ഇറിഗേഷൻ ഒക്കെ. അപ്പോൾ മുഖ്യമന്ത്രി വളരെ പോസിറ്റീവായിട്ടാണ് പ്രതികരിച്ചത്. അദ്ദേഹം അതെല്ലാം സമ്മതിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ K. മുരളീധരനുമായിട്ട് സംസാരിച്ചു, ശ്രീ CP ജോണുമായിട്ട് സംസാരിച്ചു, തിരുവനന്തപുരത്തെ മന്ത്രിമാർ, അതൊക്കെ സഹകരിക്കാം. വേസ്റ്റ് മാനേജ്മെൻറ്റ്, താങ്കൾ ചോദ്യത്തിന് ഉത്തരം. അപ്പം ഞങ്ങൾ തെരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങളുടെ മുമ്പേ വെച്ച 4 കാര്യങ്ങളിൽ സമയബന്ധിതമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക തന്നെയാണ്. അത് തെരുവുനായ ശല്യം പരിഹരിച്ചു തുടങ്ങി. യെസ്. അപ്പോൾ ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു കോർപ്പറേഷനിൽ ഭരണം സ്തംഭനമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ പിന്നെ ഇന്ന് അവധി ദിവസമല്ലേ, ഇതൊക്കെ കോർപ്പറേഷനിലെ ജീവനക്കാരാണ് വരുന്നതിൽ പലരും. പുറത്ത് എൻ്റെ മേയറുടെ സെക്ഷൻ പ്രവർത്തിക്കുക. ഞാൻ രാവിലെ 10:30 ഇവിടെ വന്നു ഇല്ലേ. ഇന്നലെ മേയറുടെ ഓഫീസിലുണ്ടായിരുന്നു, ഡെപ്യൂട്ടി മേയർ ഉണ്ടായിരുന്നു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങിയിട്ട് ഡോക്ടറോട് അങ്ങോട്ട് പറഞ്ഞ് ഡിസ്ചാർജ് വാങ്ങിയത്. വന്നിട്ട് 3 മണിക്ക് ഇന്നലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരെല്ലാം മെഡിക്കൽ കോളേജിലുണ്ടായിരുന്നു, ഞങ്ങളുടെയൊക്കെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും 2:30 ആയപ്പോൾ അവിടെ നിന്ന് ചെമ്പഴന്തി ഉദയൻ, പാറ്റൂർ രാധാകൃഷ്ണൻ, കരമനാജിത്ത്, MR ഗോവൻ ഉൾപ്പെടെ അവരെ ഇവിടെ അയച്ചിട്ട് സ്റ്റിയറിംഗ് കമ്മിറ്റി തുടങ്ങി. 4 മണിയായപ്പോൾ മേയർ പങ്കെടുത്ത് ചർച്ച ചെയ്യേണ്ട 2-3 അജണ്ടകൾ മാറ്റി വെച്ചിട്ടുണ്ട്. മേയർ ഇവിടെ എത്തി അതിൽ പങ്കെടുത്തു. ഇതിലപ്പുറം വേഗതയിൽ ഏത് തരത്തിൽ. പിന്നെ രാത്രി 10 മണിക്കും 11 മണിക്കും ഒക്കെ നിങ്ങളിവിടെ വന്നിട്ടുള്ളവരുണ്ടാവായിരുന്നു. ഇവിടെ ആ സമയത്ത് ചർച്ചകൾ പലതും നടക്കുകയാണ്, ജനങ്ങൾ വരികയാണ്. മേയറെ കാണാൻ വേണ്ടി വരുന്ന ആർക്കെങ്കിലും കാണാൻ പറ്റിയില്ലെന്ന് പറയാറുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷന് പുറത്ത് ഞാൻ സ്ഥലം എല്ലാം പറയുമ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നും ജനങ്ങൾ പല കാര്യങ്ങൾക്ക് വേണ്ടി കോർപ്പറേഷനിൽ വരുന്നുണ്ട്. ചിലത് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും വ്യക്തിപരമായിട്ടൊക്കെ, ചിലത് സാധിക്കുന്നതല്ല. അപ്പോൾ ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു ദിവസം ഇവിടെ പ്രധാനപ്പെട്ട ആരെങ്കിലും അവധി എടുത്തിട്ടുണ്ട്, ഈ ഓഫീസിൽ ഫംഗ്ഷൻ ചെയ്യാതിരുന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പ്രവർത്തിക്കുന്ന ഇതിലപ്പുറം എന്താണ് മനുഷ്യസാധ്യമായുള്ളത്? ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ പുറകിലുണ്ട് ഭരണത്തിൽ. ആരോഗ്യവകുപ്പ് മന്ത്രി ഇന്ന് രാവിലെ മറ്റൊരു കാര്യം പറയുന്നത്, തിരുവനന്തപുരം നഗരസഭയിൽ മാലിന്യം കുന്നുകൂടുകയാണ്, കൊതുക് വരികയാണ്. അപ്പോൾ ഈ മാലിന്യം നീക്കുന്നതിന് പകരം കൈ കാര്യം ഒടിച്ചാൽ അത് കൊതുകിന് മനസ്സിലാവില്ല എന്നാണ്. അല്ല, അതൊക്കെ ഞാൻ അതിനൊന്നും കമൻറ്റ് പറയുന്നില്ല. ഇവിടെ നിലവിലുള്ള ഒരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്.
ഓരോരുത്തരും പറയുന്നതിന് മറുപടിയായിട്ട് ഞാൻ പറയുന്നില്ല. മനുഷ്യസാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ഓക്കെ, അത് അക്കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. ഞാൻ ഈ ഇഷ്യൂസിനെ കോമഡിവൽക്കരിക്കുകയാണോ അതിന് മറുപടി പറയാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. മനുഷ്യസാധ്യമായിട്ട് ചെയ്യാൻ സാധിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യും.